മധ്യവേനൽ അവധിക്ക് ശേഷം യുഎയിലെ സ്കൂളുകൾ നാളെ തുറക്കും. 10,000-ത്തിലധികം സ്കൂൾ ബസ്സുകളാണ് ഒരിടവേളയ്ക്ക് ശേഷം യുഎയിലെ റോഡുകളിലേക്ക് എത്തുന്നത്. ഇത് രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും റോഡുകളിലെ തിരക്ക് വർദ്ധിക്കുന്നതിന് കാരണമാകും. പ്രത്യേകിച്ചും സ്കൂൾ മേഖലകളിലും ആളുകൾ കൂടുതലായി താമസിക്കുന്ന മേഖലകളിലും. സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് വേണ്ടി അബുദാബി പോലീസ് സേന ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചിരുന്നു. യുഎഇ ആഭ്യന്തര മന്ത്രാലയം, പോലീസ് സേനകൾ, ഗതാഗത അതോറിറ്റികൾ എന്നിവ സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സ്കൂൾ ബസ്സുകളുടെ സ്റ്റോപ്പ് ബോർഡ് അവഗണിക്കുന്ന ഡ്രൈവർമാർക്ക് 1000 ദിർഹം പിഴയും 10 ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ. സ്കൂളുകൾക്ക് സമീപത്ത് അമിത വേഗത്തിൽ വാഹനം ഓടിച്ചാൽ 300 മുതൽ 3000 ദിർഹം വരെയാണ് പിഴ ശിക്ഷ. സ്കൂളുകൾക്ക് സമീപം നിയമവിരുദ്ധമായി വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ 500 ദിർഹവും പിഴ ലഭിക്കും. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലേക്കുള്ള പാലത്തിന്റെ വീതി കൂട്ടുന്നതിന് കരാർ. ടെർമിനൽ 1ലേക്കുള്ള പാലത്തിന്റെ വീതിയാണ് കൂട്ടുന്നത്. ദുബായ് RTA-യും ദുബായ് എയർപോർട്ട്സും ചേർന്നാണ് ടെർമിനൽ 1ലേക്കുള്ള ഗതാഗതം കൂടുതൽ സുഗമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത്. 3 ലൈനുകൾ ഉള്ളതാണ് നിലവിലുള്ള പാലം. ഇത് 4ആയി വർദ്ധിപ്പിക്കും. സ്റ്റീൽ ബോക്സ് ഗർഡറുകൾ ഉപയോഗിച്ചാണ് പാലത്തിന്റെ വീതി കൂട്ടുന്നത്. ഗതാഗതം തടസ്സപ്പെടുത്താതെ വേഗത്തിൽ പാലത്തിന്റെ വീതി കൂട്ടൽ പൂർത്തിയാക്കുമെന്നും RTA അറിയിച്ചു. വീതി കൂട്ടുന്നതോടെ വാഹനങ്ങൾ ഉൾക്കൊള്ളാനുള്ള പാലത്തിന്റെ ശേഷിയിൽ 33% വർധനവ് സംഭവിക്കും. മണിക്കൂറിൽ 4200 വാഹനങ്ങൾ എന്നത് 5600 ആയി കൂടും. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലേക്കുള്ള ഗതാഗതം കൂടുതൽ സുഗമമാക്കുന്നതിനാണ് നവീകരണ പദ്ധതിയെന്ന് RTA അറിയിച്ചു. സൗദി അറേബ്യയിൽ പൊടിക്കാറ്റ് 50%-ത്തിലധികം കുറഞ്ഞതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം. പരിസ്ഥിതി സംരക്ഷണ നടപടികളാണ് ഇതിന് കാരണമായി വിലയിരുത്തപ്പെടുന്നത്. 2024-നെ അപേക്ഷിച്ച് 2025-ൽ പൊടിക്കാറ്റ് 53%-തോളം കുറഞ്ഞു. പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ നിറയുന്ന സാഹചര്യത്തിൽ വൻതോതിൽ കുറവ് വന്നു. ഈ വർഷം ജനുവരിയിൽ പൊടിക്കാറ്റിൽ 80%-ത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത്. ഫെബ്രുവരിയിൽ 75%-ന്റെയും മാർച്ചിൽ 49%-വും ഏപ്രിലിൽ 40%-വും മെയ്യിൽ 59%-വും കുറവ് രേഖപ്പെടുത്തി. രാജ്യത്ത് മരങ്ങളും പച്ചപ്പും വർദ്ധിച്ചതും ക്ലൗഡ് സീഡിംഗുമാണ് പ്രധാനമായും പൊടിക്കാറ്റ് കുറയുന്നതിന് സഹായിച്ചത്. കാലാവസ്ഥയിൽ വന്ന അനുകൂലമായ മാറ്റങ്ങളും പൊടിക്കാറ്റ് കുറയുന്നതിന് കാരണമായിട്ടുണ്ടെന്നും ഗവേഷകർ പറയുന്നു. ഗാസ സിറ്റിയുടെ ഉൾഭാഗങ്ങളിലേക്കും ആക്രമണം വ്യാപിപ്പിച്ച ഇസ്രയേൽ സൈന്യം. 63 പലസ്തീനികൾ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. ഗാസ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഇസ്രയേൽ പ്രതിഷേധവും ശക്തമാവുകയാണ്. ഗാസ മുനമ്പിലെ ആകെ ജനസംഖ്യയുടെ പകുതി പേർ താമസിക്കുന്ന ഗാസ സിറ്റി പിടിച്ചെടുക്കുന്നതിനാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ ശ്രമം. 10 ലക്ഷത്തോളം ജനങ്ങളാണ് ഗാസ സിറ്റിയിൽ മാത്രമുള്ളത്. പ്രാന്തപ്രദേശങ്ങൾ പിടിച്ചെടുത്ത ഇസ്രയേൽ സൈന്യം നഗരത്തിന്റെ ഉൾഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നിരവധി സാധാരണക്കാർക്കാണ് ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്നത്. ഭക്ഷണം തേടിയെത്തുന്നവരെയും ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തുന്നുണ്ട്. ഇന്ന് മാത്രം 6 പേരാണ് ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ കൊല്ലപ്പെട്ടത്. NTV UAE to the world.